അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങി പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ കാര്യം 100% വിജയിക്കണം എന്നാണ്, അല്ലെ? അതൊരു കച്ചവടത്തിനായിക്കോട്ടെ, ഒരു എക്സാമിനായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് 100% വിജയിക്കണമെന്നാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ വേണ്ടി, അതുപോലെ എല്ലാ കാര്യത്തിനും അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെ? ഒരു കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതും എങ്ങനെ? അർത്ഥം അറിഞ്ഞുകൊണ്ട് പതിവാക്കുക. അർത്ഥം അറിഞ്ഞു ചൊല്ലുന്ന ദിക്റും അർത്ഥം അറിയാതെ ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റും അതിന് രണ്ടിനും ഭയഭക്തിയിൽ തമ്മിൽ വ്യത്യാസമുണ്ടാകും. അർത്ഥം അറിഞ്ഞ് ദിക്ർ ചൊല്ലുമ്പോൾ നമുക്കൊരു ഭക്തി കൂടുതൽ ഉണ്ടാകും. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, ദിക്റിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ അർത്ഥവും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഏതാണ് ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത അയ്ൻ. ചെറിയ ദിക്റാണ് ഇത്. രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. എല്ലാ കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം? യാ ഹയ്യു യാ ഖയ്യൂം, അയ്യായ ഖയ്യൂമായ റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അതുപോലെ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യവും നീ എനിക്ക് റെഡിയാക്കി തരണേ അല്ലാ. എന്റെ എല്ലാ കാര്യവും നീ എനിക്ക് നടത്തി തരണേ റഹ്മാനെ. അതുപോലെ വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത അയ്ൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ അത്ര സമയം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് വിടരുത് റബ്ബേ. എനിക്കതിന് കഴിയില്ല റബ്ബേ, ഞാൻ ഒന്നിനും കഴിയാത്തവനാണ്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് ഒരു കാര്യവും, എടുത്ത കാലൊന്ന് മുന്നോട്ട് വെക്കാൻ, ചുമ്മിയ കണ്ണൊന്ന് തുറക്കാൻ, ഒന്നിനും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ കാര്യം എന്നിലേക്ക് തന്നെ ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും നീ വിടരുത്, ഒക്കെ നീ എനിക്ക് റെഡിയാക്കി തരണേ അല്ലാ. എത്രത്തോളം അർത്ഥവത്തായ ദുആയാണ്, അല്ലെ? അവ അതിന്റെ ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദുആ രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ദിക്റുകൾ അതേപോലെ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അത് നിലനിർത്താനുമുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.